വലിയും കൈക്കാരനും സ്വീകരിക്കുന്ന ആളും രണ്ട് സാക്ഷികളും മാത്രം കേട്ട് നടത്തുന്ന ഒരു ഇടപാടിന് ഉച്ചഭാഷണി വെച്ചിട്ട് ലോകത്തെ മുഴുവൻ കേൾപ്പിക്കുന്ന ഇടപാട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിക്കോ? ആരാധനയാണോ കൂട്ടരെ ഇത്? ഒരു പഴം മേടിക്കാനോ മുട്ടായി മേടിക്കാനോ ചക്കരപ്പൊടി മേടിക്കാനോ പീടികയിൽ പോയിട്ട് നിങ്ങൾക്ക് ഞാനിത് ഇത്ര രൂപക്ക് വിറ്റു, ഞാനിത് സ്വീകരിച്ചു എന്ന് പറയുന്നതാണ് വൈദിന്റെ ഇടപാട്. ഈ വൈദിന്റെ ഇടപാട് പോലത്തെ ഒരു ഇടപാടല്ലേ നിക്കാഹിന്റെ ഇടപാട്? ഈ ഇടപാടിന് ഇടപാടുകാരായ രണ്ടാളുകളും സാക്ഷിയായിട്ട് രണ്ടാളുകൾ വേണമെന്നും ശറഅ് നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ട് അവർ മാത്രം കേട്ടുകൊണ്ട് നടത്തേണ്ട ഒരു ഇടപാടിന് എന്തിനാണ് ഈ കുന്ത്രാണ്ടം? ഈ കുന്ത്രാണ്ടം വെച്ചുകൊണ്ടല്ലേ ഇത് ലാഭത്തൊട്ടാകെയും ആക്കുന്നത്? ഒരു ജുമായും ഖുതുബയും പോണ മാതിരിയാ അത്? ഫസാദാകുന്ന ആളുകൾക്ക് ഒറ്റക്ക് ദുഹൂർ നിസ്കരിച്ചാൽ വല്ല പരിഹാരവും കാണാം. ഇതാണെങ്കിലോ ഇതുകൊണ്ട് ഇത് നിക്കാഹ് സാധുവല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരേക്കും ഈ ബന്ധത്തിൽ തുടരേണ്ടേ കൂട്ടരെ? ഈ പുതിയാപ്പിളിയും പുതിയണ്ണും നിങ്ങൾ ആലോചിക്കണ്ടേ? വല്ലാത്തൊരു വിഷമമല്ലേ ഇത്?